എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ബാക്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ നോക്കിയത് എന്നെ തന്നെയായിരുന്നു അറിഞ്ഞില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു കാരണം ഈ പറഞ്ഞതാ ഇവിടെ എഴുതി വെച്ച ഈ ഒരൊറ്റ പേരാണ് ഫിജിക്ക.com എന്നാണ്. അപ്പോൾ ഒരു 3 വർഷമായിട്ട് ഫിജിക്കാട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ചു കാലം പാർട്ട് ടൈം ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ പ്ലാന് കേട്ട ഒരാളായിരുന്നു ഞാൻ. വെറുതെ ഒരാളിങ്ങനെ കുറേ കാലം നിർബന്ധിച്ചപ്പോൾ മറ്റേ സൂമിലൂടെയാണ് ഈ ഒരു അവസരം കേട്ടത്. ഒരു 3 മാസം എനിക്ക് ലിങ്ക് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഞാൻ തയ്യാറായില്ല. പക്ഷെ ഇവിടെ വന്ന ആളുകൾ ഇതിനു വേണ്ടി വന്ന ആളുകളായിരിക്കും അല്ലേ, ആരൊക്കെയോ പറഞ്ഞ് ഫിജിക്കാട്ട് എന്താണെന്ന് അവസരം മനസ്സിലാക്കാൻ വേണ്ടി വന്ന ആളുകളാണെങ്കിൽ ഒരിക്കലും ആ ഒരു സമയം നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. കാരണം നല്ലൊരു അവസരം കേൾക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ മാക്സിമം ഞാൻ ഇതെന്താണെന്ന് നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെ പേര് ഫിജിക്ക.com എന്നാണ്. ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫിജിക്ക.com. അപ്പോൾ ഫിജിറ്റൽ എന്നൊരു വാക്കൊക്കെ ആദ്യമായിട്ടായിരിക്കും സാധാരണ ഞാനൊക്കെ ആദ്യമായിട്ടായിരുന്നു കേൾക്കേണ്ടായിരുന്നത്. അപ്പോൾ ഫിസിക്കൽ പർച്ചേസിങ്ങും പറ്റും, അതേപോലെ ഡിജിറ്റലായിട്ട് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയൊരു സാധ്യത. അതുപോലെ നമുക്കിവിടെ ടെക്നോളജി ചേഞ്ചസ് കാണാം അല്ലേ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ല ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ലാൻഡ് ഫോൺ ഉപയോഗിച്ചിരുന്ന ആളുകളൊക്കെ ഇന്നൊരു സ്മാർട്ട് ഫോണായി. ഒരു ഫോൺ എന്നതിന് പകരം വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ ഫോണായി. അതിൽ കുറേ ആപ്പുകളും അതേപോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ക്യാഷ് ആർക്ക് വേണമെങ്കിലും അയക്കാം അല്ലേ. അതുപോലെ തന്നെ ആരെ വേണമെങ്കിലും കണ്ട് സംസാരിക്കാം. അങ്ങനെ ഒരുപാട് സാധ്യതകൾ. അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോട് ഫോൺ എടുക്കണ്ട പറയും. പക്ഷെ ഇപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണെന്നുള്ള ലെവലായില്ലേ. അതിന് നമുക്ക് കൊറോണയൊക്കെ വന്ന സമയത്ത് ഈ ഒരു മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബിസിനസ്സുകളും വളരെ കൂടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ പർച്ചേസിങ് രീതികളിൽ നമ്മൾ ഒരുപാട് മാറ്റം വരുത്തിയത് ആ ഒരു ടൈമിലായിരുന്നു. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ആരാണോ മാറാൻ തയ്യാറാവുന്നത് അവർക്കാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ഒരു പിക്ചർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ ഫിജിക്കാട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ 4 മേഖലകൾ ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ബിസിനസ് മേഖലകളാണ്. ഒന്ന് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്, അതേപോലെ ഡയറക്റ്റ് സെല്ലിംഗ്, ഇ കൊമേഴ്സ്, അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഇങ്ങനെ 4 മേഖലകൾ ഒന്നിച്ചാണ് ഫിജിക്കാട്ട് പ്രവർത്തിക്കുന്നത്. ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു ഏതൊരു വർക്ക് ചെയ്യണമെങ്കിലും നമുക്ക് കുറേ ടൂൾസൊക്കെ ആവശ്യമാണ് അല്ലേ. പക്ഷേ ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് എല്ലാ മാസവും നമ്മൾ റീചാർജ് ചെയ്യുന്നുണ്ട്. ആ റീചാർജ് ചെയ്യുന്ന പൈസ കൊണ്ട് പോലും നമുക്ക് ഈ ബിസിനസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനിലക്കാരില്ലാത്ത കച്ചവടം. ഇന്ന് വരെ നമ്മൾ കുറേ ഇടനിലക്കാരെ ഇങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്കാണ് ആ അവസരം ബോച്ചെ തന്നിരിക്കുന്നത്. നമ്മൾ തന്നെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ആ വരുമാനം കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ റെഫറൽ മാർക്കറ്റിംഗ്. പരസ്യ കമ്പനിക്കാരാണ് പല പ്രൊഡക്റ്റിൻ്റെയും പല സർവീസിൻ്റെയും കാര്യം നമ്മളിലൂടെ എത്തിച്ചിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ തന്നെയാണ് ആ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത്. അപ്പോൾ ബോച്ചയുടെ എല്ലാ ബിസിനസ്സിലും മറ്റുള്ള പരസ്യ കമ്പനിക്കാരും ഇടനിലക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മളാണ് ഈ പരസ്യവും ഇടനിലക്കാരൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കാണ് കമ്പനി ആ വരുമാനം തരുന്നത്. അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ്. എന്തുകൊണ്ടാണ് ഹെൽത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഒരു തലവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേദനയാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുക അല്ലേ. അപ്പോൾ ഹെൽത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആരോഗ്യം ഉണ്ടായിരുന്നാൽ മാത്രമാണ് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഹെൽത്ത് പ്രൊഡക്റ്റുകളും നമ്മളുടെ ആപ്പിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഇ കൊമേഴ്സിൻ്റെ ഒരു വളർച്ചയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ബോച്ചെ ഈ ഒരു ബിസിനസ് അവസരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം വലിയൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചാർട്ട് ശരിക്കും അതിനൊരു ഉദാഹരണം തന്നെയാണ്. കാരണം ഇ കൊമേഴ്സ് രംഗത്തെ വളർച്ച കാണിക്കുന്ന ഒരു ചാർട്ടാണ്. 2009 390 കോടി ഉണ്ടായിരുന്ന ടേൺ ഓവർ 2016 3800 കോടിയായി. കാരണം മൊബൈൽ ഫോൺ വന്നതോട് കൂടിയിട്ട് ഒരുപാട് ആപ്പുകൾ വന്നു അല്ലേ. ഓൺലൈൻ രംഗത്ത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഒരുപാട് വന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ വിജയിക്കും എന്ന ഉറപ്പ് തന്നെയാണ്. അപ്പോൾ 2026 ആകുമ്പോഴേക്കും ഇത് 20,000 കോടിയിലെത്തും എന്നുള്ളത് യാതൊരു സംശയമില്ല. ഇനി ഡയറക്റ്റ് സെല്ലിങ്ങിന് ഒരു ബൂമിങ് കാണിക്കുന്ന ഒരു ചാർട്ടാണ് ഇവിടെ. ഒരുപാട് രാജ്യങ്ങളും അവിടുത്തെ പോപ്പുലേഷനും അവിടുത്തെ ടേൺ ഓവറൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. അതിൽ അമേരിക്കയിൽ 33 കോടി ജനങ്ങൾ ഉണ്ടായിട്ട് പോലും അവിടെ 3.5 ലക്ഷം കോടിയിലധികമാണ് അവിടുത്തെ ടേൺ ഓവർ. എന്നാൽ ചൈനയിൽ 141 കോടിയുണ്ട്, അവിടെ 1 ലക്ഷത്തിൻ്റെ മുകളിലാണ് ടേൺ ഓവർ. അങ്ങനെയാണെങ്കിൽ മലേഷ്യ എന്നൊരു രാജ്യത്തിന് 3 കോടി ജനങ്ങളെ ആകെ ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ അത്ര പോലും ഇല്ല അല്ലേ. എന്നിട്ട് പോലും അവിടെ 30,000 കോടിയാണ് ടേൺ ഓവർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കുമ്പോൾ ഇന്ന് 145 കോടിയിലധികം ജനങ്ങളായിട്ടുണ്ട്.
പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മളുടെ ടേൺ ഓവർ വളരെ കുറവാണ്. കാരണം ഇവിടെ ആളുകൾ ചെയ്യാത്തത് കൊണ്ടല്ല, ഇവിടെ ഇതിനുള്ള അംഗീകാരം 2018 നമ്മൾക്ക് കിട്ടിയിട്ടുള്ളൂ. അതുവരെ കുറെ ഇല്ലീഗലായിട്ടുള്ള കമ്പനികളൊക്കെ ഉണ്ടായിരുന്നു. 2018 ഇതിനൊരു മാർഗരേഖ കൊടുക്കുന്നത് കൊണ്ട് അന്ന് മുതലാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യുന്നത് അല്ലേ. 7 വർഷം കൊണ്ട് നല്ലൊരു ടേൺ ഓവറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇനി ബിസിനസ് സാധ്യതയുള്ളത് ഇന്ത്യയിലാണെന്നുള്ള ഒരു കാര്യം ഒരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടും ഒരുപാട് ആളുകൾക്ക് ഈ അവസരം എത്തിക്കുന്നതുകൊണ്ടും ഇനി ഭാവിയിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാവാൻ പോകുന്ന ഒരു രാജ്യം ഇന്ത്യയാണെന്നുകൊണ്ടും ഡയറക്റ്റ് സെല്ലിംഗ് എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ ടാർഗറ്റ്, പ്രഷർ, ബോസ്, ഇൻവെസ്റ്റ്മെന്റ് ഇതൊന്നുമില്ല അല്ലേ. നമ്മൾ ഇഷ്ടപ്പെട്ട സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്ത്രീകൾ ഈ അവസരം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 19,000 കോടിയിൽ നിന്ന് 64,500 കോടിയിലേക്കാണ് നമ്മൾ എത്താൻ പോകുന്നത്. അതേപോലെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ സ്കൂളിലൊന്നും പോയിട്ടല്ല ഈ ഒരു ബിസിനസ് അവസരം കേട്ടത്. കുറെ ആളുകൾ നമുക്ക് പരിചയമുള്ള കുറെ ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നുണ്ടാവുക. പക്ഷെ ഇനിയുള്ള ഒരു തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് അവസരം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഇനി സ്കൂളിലും കോളേജിലൊക്കെ ഇതൊരു സിലബസ് ആയിട്ട് തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ലീഗൽ സർട്ടിഫിക്കറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ പല കമ്പനികളും വന്നിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇല്ലാതാണെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടൊരു ലീഗൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ GST രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ, പാൻ കാർഡ് രജിസ്ട്രേഷൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ ആണ് ഈ കാണുന്നത്. അതേപോലെ ഗൈഡ് ലൈൻ സർട്ടിഫിക്കറ്റ്, ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചുള്ള ഗൈഡ് ലൈൻ സർട്ടിഫിക്കറ്റും കേരളമാണ് ആദ്യമായിട്ട് ഇതിന് അംഗീകാരം കൊടുത്തതുകൊണ്ട് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ഓരോ സംസ്ഥാനങ്ങളുടെയും ഗൈഡ് ലൈൻ സർട്ടിഫിക്കറ്റുകളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതേപോലെ ഈ ഒരു ബിസിനസ് അവസരം 2018 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ആ സമയത്തുള്ള എല്ലാ ന്യൂസ് പേപ്പറിലും ഇതിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പ്രത്യേകം പറയാം, എല്ലാ ന്യൂസ് പേപ്പറും ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ. കൃത്യമായി ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ബോബി ചമ്മോളർ 100 കോടി രൂപയാണ് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇത്രയും വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മളൊരു 10 രൂപ ഇറക്കുമ്പോൾ തന്നെ 10,000 വട്ടം ആലോചിക്കുമെങ്കിൽ എത്ര വട്ടം ആലോചിച്ചിട്ടുണ്ടാവും 100 കോടി ഇറക്കുമ്പോൾ അല്ലേ. അത്രയും ഭാവി സാധ്യതകൾ കണ്ടുകൊണ്ടാണ് അദ്ദേഹം 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇത് നമ്മുടെ ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്, നമ്മുടെ ന്യൂട്രീഷൻ പ്രൊഡക്റ്റിന്റെ ഉദ്ഘാടനം ദുബായിൽ വെച്ചിട്ടായിരുന്നു. അന്നത്തെ ടെന്നീസ് താരം സാനിയ മിർസയാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡർ. ഇനി ഇത് നമ്മുടെ ഇന്ത്യൻ ലോഞ്ചിങ്ങിന്റെ പിക്ചറാണ്. ഫിജി കാർഡ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ വെച്ചിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഉദ്ഘാടനം നടന്നത്. അന്നത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായ തിലോത്തമൻ സാറാണ് ഇതിന്റെ ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ ചീഫ് ഗസ്റ്റ് ആയിട്ട് തമന്ന പാട്ടിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു രീതിയിലൊരു ഇനോഗ്രേഷൻ തന്നെയായിരുന്നു ഫിജി കാർഡിന്റെ ഇന്ത്യൻ ലോഞ്ച്. ഇനി നമ്മൾക്കിവിടെ നമ്മളെ ഇന്ത്യയുടെ ഒരു ഫ്ലാഗും അതുപോലെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഫ്ലാഗ് കണ്ടില്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് തോന്നുന്നത് വെച്ചാൽ കുറച്ച് ഫ്ലാഗ് ആണ് തോന്നുന്നു. അങ്ങനെയല്ല, ഫിജി കാർഡ് ഇന്ത്യയിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അവസരമാണ്. ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് അവിടെ പോലും ബിസിനസ് ചെയ്യാനുള്ള അവസരം തുറന്നു തരികയാണ്. ഇനി ഇദ്ദേഹത്തെ അറിയാത്തവരാരുമില്ല അല്ലേ. കുറേ ട്രോളിയിട്ട് അറിയുന്ന ഒരാളായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകുമായിരിക്കും. അദ്ദേഹത്തെ കുറിച്ച് കുറച്ചു കാലം മുൻപ് വരെ വളരെ എന്താ പറയുക ഒരു കോമഡിയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ കോമഡിയിലും വലിയൊരു ബിസിനസ് അവസരം അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് സ്വന്തമായിട്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ശരിക്കും അദ്ദേഹം ചെയ്തത് അല്ലേ. അപ്പോൾ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നത് നമ്മൾക്ക് ആകെ ജ്വല്ലറികൾ മാത്രമേ അറിയുന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഒരുപാട് ബിസിനസ് വേറെയും ചെയ്യുന്നുണ്ട്. എല്ലാ ബിസിനസ്സും സക്സസ് ആണ്. അതേപോലെ തന്നെ 160 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലെ 4ാം തലമുറയായിട്ടാണ് ബോച്ചയുള്ളത് അല്ലേ. അപ്പോൾ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലെ ആദ്യത്തെ ബിസിനസ്സാണ് fijika.com എന്നുള്ളത്. ഇനി അതേപോലെ കമ്പനിക്ക് വ്യക്തമായൊരു വിഷനും മിഷനും ഉണ്ട്. നമ്മൾക്ക് ചിലപ്പോൾ ഇന്ന് രാവിലെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയണ്ടാവില്ല അല്ലേ. പക്ഷെ കമ്പനി 2018 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും 2030 വരെ അല്ലെങ്കിൽ 50 വരെയൊക്കെയുള്ള പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ കമ്പനി ഈ ഒരു ബിസിനസ്സിലൂടെ ഏറ്റവും ലീഡിംഗ് ആയിട്ട് ഒരു കമ്പനിയായി മാറ്റിയെടുക്കുക എന്നതും അതേപോലെ തന്നെ ഒരുപാട് സാധാരണക്കാരുടെ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ എത്തിക്കാൻ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നതാണ് കമ്പനിയുടെ മിഷൻ. ഇനി അതേപോലെ ഇപ്പോൾ പല ആളുകളും നമ്മൾക്ക് വേറെ പല കമ്പനികളുടെയൊക്കെ പ്ലാന് പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് അറിയില്ല, മാനേജ്മെന്റ് അറിയില്ല, എന്തൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടോ അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളുടെ കമ്പനിക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് തൃശ്ശൂരാണ്, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂരാണ്.
അതേപോലെ തന്നെ ലോജിസ്റ്റിക് നമ്മളെ തൃശ്ശൂരുണ്ട്, അതുപോലെ തന്നെ തുണി മില്ല് തിരുപ്പൂരുണ്ട്, കോയമ്പത്തൂർ ലോജിസ്റ്റിക്, നമുക്ക് സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് സ്വന്തമായിട്ടുണ്ട് ഫിജി കാർഡിന്. അതേപോലെ സ്റ്റോറുകൾ ഫിസിക്കലായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഫിസിക്കൽ പർച്ചേസിന് പറ്റിയ നമുക്ക് ഒരുപാട് സ്റ്റോറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇനി ഈ സ്റ്റോറുകളിലൊക്കെ ഉള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്ന് അറിയണ്ടേ. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ബ്രാൻഡ് ഉണ്ട്. ഫിജി ഗ്രീൻ, ആര്യസൂക്ത എന്ന് പറയുന്ന സാധനങ്ങൾ ഇവിടെ എല്ലാവരും സോപ്പും പേസ്റ്റും ഒക്കെ വാങ്ങിക്കാറുണ്ട് അല്ലേ. അതൊക്കെ നമ്മൾ കോൾഗേറ്റ് ഇങ്ങനെ കുറേ കമ്പനികളുടെയൊക്കെ ഇതുവരെ വാങ്ങിച്ചു. ആ കമ്പനികളൊക്കെ നന്നായിട്ട് നമ്മൾ നല്ല ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും വർഷമായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സ്വന്തം കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും സ്വയം നേരാവും. അതുകൊണ്ട് ഇനി കുറച്ചു കാലം നമ്മുടെ ആര്യസൂക്തയുടെ പേസ്റ്റ്, അതുപോലെ തന്നെ സോപ്പ്, ക്ലീനിങ് സാധനങ്ങൾ, ഇനി കോസ്മെറ്റിക് ഉപയോഗിക്കുന്നവർക്ക് അതുണ്ട്. ഇനി പലചരക്ക് സാധനങ്ങളാണ് വേണ്ടതെങ്കിൽ പലചരക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. വാച്ചോ ലെതർ ഐറ്റംസോ ബാഗോ, ഇനി പെയിന്റ് വീട്ടിൽ അടിക്കുന്നുണ്ടെങ്കിൽ പെയിന്റ്, ടിവോണയുടെ പെയിന്റ് ഉണ്ട്, ലീവെയറിന്റെ പാത്രങ്ങൾ, ബോബീസ് ആൻഡ് മറോൺ ഡ്രസ് മെറ്റീരിയൽ, ഇനി ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ നിന്ന് ഗോൾഡ് എടുത്താലും കൂടി നമുക്ക് വരുമാനമാണ്. റീസെയിൽ വാല്യൂ തരുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ആദ്യത്തെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഫിജി കാർഡ് എന്നത് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഇനി ടൂർ പോകാൻ താല്പര്യമുള്ളവർക്ക് ടൂർ പോയാൽ പോലും ഫിജി കാർഡിൽ ഒരു പാർട്ണർഷിപ്പ് കിട്ടും. ഇനി പോപ്പുലർ ബ്രാൻഡ്, ഇവിടെ നമുക്ക് പല കമ്പനികൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരൊക്കെ നമ്മൾ നന്നായി നേരാക്കിയിട്ടുണ്ട് ഇത്രയും കാലം. ഇനി ഈ സാധനങ്ങൾ ഫിജി കാർഡിലൂടെയാണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ കൂടെ നമുക്കും നേരാവാൻ പറ്റും. ഇതെല്ലാം നമുക്ക് ഫിജി കാർഡിൽ അവൈലബിൾ ആണ്. ഇനി ഇത്രയും നേരം പ്രൊഡക്റ്റ് മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവും അപ്പം ഇനി ഞാൻ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നല്ലേ. വളരെ സിമ്പിളാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഫിനാൻഷ്യൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് ഒന്നും നോക്കാതെ തന്നെ നമ്മളുടെ ആധാർ, ബാങ്ക് പാസ്ബുക്ക്, പാൻ കാർഡ് വെച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ് അവത്തിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമാണ്. ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇനി ഞാൻ എന്താണ് അടുത്ത് ചെയ്യേണ്ടത് അല്ലേ. വളരെ സിമ്പിളാണ്. ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി തന്നെയാണ് ഇനിയും ചെയ്യേണ്ടുള്ളൂ. പക്ഷെ ലാസ്റ്റ് എവിടെ നിന്നാണ് വാങ്ങിച്ച് എന്ന് ചോദിക്കുമ്പോൾ ഫിജി കാർഡ് എന്നാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ജോലി എന്ന് പറഞ്ഞാൽ. അത് എങ്ങനെയൊക്കെ പറയാമെന്ന് ചോദിച്ചാൽ ഓൺലൈനായിട്ട് പറയാം, നേരിട്ട് കാണുന്ന ആളുകൾക്ക് പറയാം, സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ഈ ഒരു കാര്യം പറയാം എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇങ്ങനെ ഈ ഒരു പ്രമോഷൻ ചെയ്താൽ നമുക്ക് എന്താണ് ഇനി കിട്ടാൻ പോകുന്നത്? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഉണ്ടാക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇടനിലക്കാരിലൂടെ ഈ ബിസിനസ് അവസരം നമ്മളിലേക്ക് ബിസിനസ് അവസരമല്ല, പ്രൊഡക്റ്റ് നമ്മളെ കയ്യിൽ എത്തുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. മാക്സിമം റീറ്റെയിൽ പ്രൈസ് കൊടുത്ത് നമ്മൾ ആ സാധനം എടുക്കണം അല്ലേ. ഇനി അത് ഇ-കോമേഴ്സിനാണെങ്കിൽ മാനുഫാക്ചറിൽ നിന്നൊരു വെൻഡറിലൂടെയാണ് നമ്മളുടെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പം നമ്മൾക്ക് എന്താണ് തരുന്നത്? അവർക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് തരാൻ പറ്റും അല്ലേ. ഇനി ഇതേ പ്രൊമോഷൻ നമ്മൾ ഫിജി കാർഡിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ ആദ്യം കസ്റ്റമർ ആവുന്നു, നമ്മൾ തന്നെയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ഒരു റീറ്റെയിൽ പ്രോഫിറ്റും ഡിസ്ട്രിബ്യൂട്ടർക്ക് 7 തരത്തിലുള്ള പ്രോഫിറ്റും കമ്പനി ഷെയർ ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന് അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ 7 പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാനുകളാണിത്. ഒന്നാമത്തെ റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കടയൊന്ന് മാറ്റിയപ്പോൾ നമുക്ക് തരാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് റീറ്റെയിൽ പ്രോഫിറ്റ്? റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് എന്താണ് പ്രൊഡക്റ്റ് കിട്ടും അല്ലേ. ആ പ്രൊഡക്റ്റിൻ്റെയൊക്കെ റീറ്റെയിൽ പ്രോഫിറ്റ് കമ്പനി നമുക്ക് തരുന്നുണ്ട്. കൂടാതെ കമ്പനിയിൽ ലൈഫ് ലോങ് ഒരു പാർട്ട്ണർഷിപ്പും അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ സ്റ്റോർ കൂടി നമുക്ക് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾക്കൊരു നല്ല സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫറിൽ പ്രൊഡക്റ്റ് കിട്ടിയാൽ നമ്മൾ എന്താണെങ്കിലും ഫ്രണ്ട്സിനോടൊക്കെ പറയില്ലേ, ഇത്ര തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടിനോടോ റിലേറ്റീവ്സിനോടൊക്കെ ഈ ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് ഇതിലൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളുടെ ബ്രാഞ്ചുകളായിട്ട് മാറുകയാണ് അല്ലേ. അപ്പം ഞാൻ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങിയ സമയത്ത് ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് ഞാൻ തന്നെ പൈസ ഇറക്കണമായിരുന്നു. ഞാൻ തന്നെ സ്ഥലം കണ്ടെത്തണം, ഞാൻ തന്നെ അതിൻ്റെ ഫുൾ റിസ്ക് എടുക്കണം. പക്ഷേ ഇവിടെ നമ്മുടെ ഫ്രണ്ടോ റിലേറ്റീവോ ഒക്കെ ഈ ഒരു അവസരം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ബ്രാഞ്ചുകൾ, അതായത് പാർട്ണർ സ്റ്റോറുകളായി മാറി. ഇങ്ങനെ നമ്മുടെ പാർട്ണർ സ്റ്റോറുകളിൽ ഓരോ സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടം മാച്ച് ആവുന്ന സമയത്ത് 20 രൂപയും, അത് 100 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടമാണ് മാച്ച് ആവുന്നതെങ്കിൽ 2000 രൂപയും, 500 സെയിൽസ് വോളിയത്തിൻ്റെ കച്ചവടമാണ് മാച്ച് ആവുന്നതെങ്കിൽ 10000 രൂപയും നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ചില കടകളിൽ ചിലപ്പോൾ കച്ചവടം കുറവും കൂടുതലും ഒക്കെ ഉണ്ടാവില്ലേ കച്ചവടം ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ മാച്ചിങ് ആയിട്ടുള്ള 500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട്
10,000 രൂപയും ബാക്കി 500 അടുത്ത ദിവസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 30,000 രൂപ നമുക്ക് ഒരു ദിവസം ഉണ്ടാക്കാം. തള്ളാണെന്ന് കുറേ പേര് വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ ഒരു മാസം പണിയെടുത്തിട്ട് 30,000 കിട്ടാനില്ല. പക്ഷെ ഫിജിക്കാർഡിലുള്ളവർ വിശ്വസിക്കും. കാരണം നമ്മളിവിടെ ഒറ്റയ്ക്കല്ല. ഇവിടെ ഒറ്റയ്ക്ക് ചെയ്ത ആളുകൾ എല്ലാവരും ഒന്നും വിജയിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ബിസിനസ്സുകാരും ഒറ്റയ്ക്കല്ല ചെയ്യണം, അവർക്ക് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ജോലിക്കാരെല്ലാവരും ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. അതുകൊണ്ട് ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഓക്കെയാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം 1500 സെയിൽസ് വോളിയം മാച്ച് ചെയ്തുകൊണ്ട് 30,000 രൂപ എങ്കിൽ ഒരു മാസം 9 ലക്ഷം രൂപയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ഇത് ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. ഇനി അടുത്തതാണ് ജനറേഷൻ ബോണസ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ഒരു ഫ്രണ്ടിന് ഒരു പ്രൊഡക്റ്റിനൊക്കെ അല്ലെങ്കിൽ ഒരു ആപ്പ് പരിചയപ്പെടുത്തി കൊടുത്തു, അവരൊരു സാധനം വാങ്ങിച്ചു, അതോടുകൂടി നമുക്കും ഒന്നും കിട്ടില്ല, അവർക്ക് പ്രൊഡക്റ്റ് കിട്ടും. എങ്കിൽ ഫിജിക്കാർഡിലാണ് നമ്മളിത് പരിചയപ്പെടുത്തി കൊടുക്കുന്നതെങ്കിൽ അവർ പിന്നീട് എന്തൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിലും അതിൻ്റെ 20 to 50% വീണ്ടും നമുക്ക് ജനറേഷൻ ബോണസ് ആയിട്ട് തരുന്ന ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ്.com. ഇനി മന്ത്ലി പെർഫോമൻസ് ബോണസ് ഏറ്റവും ഹൈലൈറ്റ് ആണ് ഈ ഒരു ബിസിനസ്സിൽ. ഞാൻ ഈ ഒരു സാധനം കണ്ടിട്ടാണ് വന്നിട്ടോ. കാരണം എന്നെ വീഴ്ത്തിയത്, ഈ പ്ലാന് കേട്ടപ്പോൾ എന്നെ വീഴ്ത്തിയ ഒരു സാധനമാണ് ഈ ഒരു മന്ത്ലി പെർഫോമൻസ് ബോണസ്. പക്ഷെ എനിക്ക് അന്ന് എന്താണെന്ന് മനസ്സിലായില്ല. മാസം ഒരു 10,000 രൂപ കിട്ടും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വാടക കൊടുക്കാനും പെട്രോൾ അടിക്കാനുള്ള പൈസയ്ക്ക് ഞാനിങ്ങനെ ഓടണ്ടല്ലോ എന്ന് മാത്രം വിചാരിച്ചു. പക്ഷെ ഇന്ന് എനിക്കറിയാം എന്താണ് ഈ മന്ത്ലി പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ മാസം പണിയെടുക്കണം അല്ലേ? എല്ലാവരുടെയും ഈ മാസം പണിയെടുക്കുമ്പോൾ ഈ മാസത്തെ കൂലി നമുക്ക് തരും. പക്ഷേ അടുത്ത മാസം ഈ മാസത്തെ കമ്പനിയുടെ മൊത്തം ലാഭത്തിന്റെ 1% എവിടെയെങ്കിലും തരുന്നത് കേട്ടിട്ടുണ്ടോ? പക്ഷെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഏതിനും കൊടുക്കുന്നില്ലെങ്കിൽ ഫിജിക്കാർഡിൽ നമുക്ക് ഈ മാസത്തെ ലാഭവിഹിതം അടുത്ത മാസം കൃത്യമായിട്ട് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാധനം ആഗ്രഹിച്ച് ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ ഫാമിലിയിൽ തന്നെ 3 പേര് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര പ്രൗഡാണ്. കാരണം നമ്മൾക്ക് കിട്ടിയ അവസരം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച സാധനം മറ്റുള്ള ആളുകൾക്കും എത്തിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ ഫാമിലി ഇൻഷുറൻസ്. ഇപ്പോൾ ഞാൻ LIC സ്റ്റാർ ഹെൽത്ത് ഏജൻസി ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ സീരിയസ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഒരു ഇൻഷുറൻസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളൊരു സെയിൽസ് മാനേജർ എന്ന റാങ്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ കൂടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപ ഇന്ന് എൻ്റെ വീട്ടിൽ 2 ആളിലൂടെ വരുന്നുണ്ട്. അതും ഭയങ്കര പ്രൗഡാണ് അല്ലേ? കാരണം 2 ലക്ഷം രൂപ ഇൻഷുറൻസ് എന്നിലൂടെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡും സെയിൽസ് മാനേജറാണ്. അപ്പോൾ ആളിലൂടെ ഇപ്പോൾ 4 ലക്ഷത്തിൻ്റെ കവറേജ് ശരിക്കും അല്ലേ? സാധാരണഗതിയിൽ അത്രയും കവറേജ് കിട്ടുന്നത് നമ്മൾ എന്താണെങ്കിലും വർഷത്തിലൊരു പ്രീമിയം അടയ്ക്കണം. ഇവിടെ നമ്മൾ ആകെ കടയൊന്ന് മാറ്റി പർച്ചേസ് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങളാണ് നമുക്ക് തരുന്നത്. ഇനി ആനുവൽ പ്രോഫിറ്റ് എല്ലാ മാസവും ലാഭം തരുന്ന കമ്പനി ഫിജിക്കാർഡ് പറഞ്ഞു അല്ലേ? ഇനി ഓരോ വർഷത്തിലും ലാഭം തരുന്നുണ്ട്. അത് കമ്പനിയിലെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനി വർഷത്തിലും ഒരു ലാഭം തരുന്നുണ്ട്. 0.5 to 1.5% വരെയാണ് നമുക്ക് ലാഭം തരുന്നത്. ഇനി അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. നമ്മൾക്കിവിടെ അവാർഡ്സും റിവാർഡ്സും ഒക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ സർട്ടിഫിക്കറ്റും ട്രോഫിയും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ കുട്ടികൾക്കൊക്കെ കിട്ടും. പക്ഷെ ഇവിടുത്തെ ചെറിയ രീതിയിലല്ല, ബോച്ചയുടെ വലിയ ലെവലുള്ള ബിസിനസ്സുകാരനായതുകൊണ്ട് വലിയ രീതിയിലുള്ള അവാർഡും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ റിവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഫ്രീ പർച്ചേസുകളും ഉണ്ട്. അതേപോലെ തന്നെ അവാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കമ്പനിയിലെ ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് 50,000 രൂപയാണ് റൈഡർ ഫണ്ടിനായിട്ട് തരുന്നത്. അപ്പോൾ ഈ 50,000 കൊണ്ട് വണ്ടി വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? 5 ലക്ഷം രൂപ ഓൾറെഡി തന്നിട്ടാണ് 50,000 രൂപ റൈഡർ ഫണ്ട് കൂടി ചേർത്ത് തരുന്നത്. അതേപോലെ തന്നെ 5 ലക്ഷം കാർ ഫണ്ട് തരുന്നുണ്ട്. ഇനി സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ് നമുക്ക് കാർ ഫണ്ടായിട്ട് തരുന്നത്. ഇവിടെയും അതുപോലെ ഏകദേശം 25 ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം വാങ്ങുന്ന വ്യക്തികൾക്കാണ് 5 ലക്ഷം വെറുതെ കൊടുക്കുന്നത്. ഫ്രീ ആണ് കേട്ടോ, തിരിച്ചൊന്നും അടയ്ക്കണ്ട. ഇനി അതേപോലെ ഇന്റർനാഷണൽ ട്രിപ്പ് പോകാനൊക്കെ ഇഷ്ടമുണ്ടാവും. പക്ഷെ അടുത്തുള്ള ട്രിപ്പ് പോകാൻ വരെ നമ്മൾ ബഡ്ജറ്റ് നോക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുമെങ്കിൽ ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാം ഒരു ഫ്ലൈറ്റിലൊക്കെ കയറുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എന്താണ് ഈ റാങ്കിൽ എത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ മോള് പറയും, അമ്മ 2ാമത്തെ ആള് ഞാനാണെന്ന് പറയും എൻ്റെ കൂടെ വരാൻ. കാരണം 2 പേർക്ക് പോകാൻ പറ്റും, ഒരാൾക്ക് മാത്രമല്ല ഒരാൾക്കും കൂടി പോകാൻ പറ്റും. ഇപ്പൊ നമ്മുടെ എന്താ പറയാ കമ്പനിയിൽ തന്നെ 2 പേര് ഇപ്പൊ പാരീസിലുണ്ട്. കാരണം കമ്പനി ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാണ്. വളരെ അഭിമാനം. അത് കാണുമ്പോൾ ഇനി അടുത്ത് നമ്മളാണല്ലോ എന്നൊരു ചിന്ത. ഇനി 50 ലക്ഷം രൂപയുടെ പ്രീമിയം കാർ ഫണ്ട്.
ഇവിടെ ചെറിയ ചെറിയ തുകകൾ കഴിഞ്ഞ് റാങ്കുകൾ കൂടുമ്പോൾ എമൗണ്ടും കൂടും. അതേപോലെ തന്നെ ഇവിടുത്തെ വെറുതെ തരുന്ന എമൗണ്ടും കൂടും അല്ലേ. നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന പൈസേനേക്കാളും വലിയൊരു എമൗണ്ട് ആണ്. 50 ലക്ഷം രൂപയാണ് നമുക്ക് കാറ് വാങ്ങിക്കാനായിട്ട് തരുന്നത്. അതേപോലെ ഇനി 1 കോടിയുടെ വില്ല ഫണ്ട്. ഇവിടെ വീടെന്ന സ്വപ്നമായിട്ട് കുറേ ആളുകൾ ഫിജി കാർഡിൽ വന്നിട്ടുണ്ടാവും അല്ലേ. ചെറിയ വീടാണെങ്കിലും ഒരു ഒറ്റമുറി വീടാണെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ. പക്ഷേ ബോച്ചെ ഭയങ്കര വിശാല മനസ്സുള്ള ആളായതുകൊണ്ട് 1 കോടി രൂപയാണ് വില്ല ഫണ്ടായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഇത് വാങ്ങിയ 9-ലധികം ആളുകളുണ്ട്. ഇനി 50 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങിച്ച 15-ലധികം ആളുകൾ നമുക്ക് ഇന്നുണ്ട്. ഇതൊന്നും തിരിച്ചടയ്ക്കേണ്ട. അപ്പോൾ 1,65,50,000 രൂപ നമുക്ക് ഫ്രീ ആയിട്ട് മാത്രം തരുന്ന ഒരു കമ്പനിയുടെ പേര് ഫിജിക്കാർഡ്.com എന്നാണ്. അതേപോലെ നമുക്ക് ഇതൊക്കെ എങ്ങനെ സാധ്യമാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആദ്യം വരുമാനം നോക്കണില്ല, വിദ്യാഭ്യാസം നോക്കണില്ല, ഒന്നും നോക്കണില്ല. നമ്മൾ സാധാരണ സോപ്പും പേസ്റ്റൊക്കെ വാങ്ങിക്കുന്നത് നമ്മളെ കടയിൽ നിന്ന് മാറ്റി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ന ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് നമ്മളിവിടെ ജോയിൻ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആ അവസരം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുമ്പോൾ സെയിൽ എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, സെയിൽസ് ടീം മാനേജർ, ഇങ്ങനെ നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന റാങ്ക് വരെ നമുക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാം കിട്ടും. ഏകദേശം 5 കോടി രൂപയുടെ അടുത്ത് നമ്മൾ വരുമാനമുള്ളവരാകാം. ഈ 13 റാങ്ക് 13 വർഷം കൊണ്ട് അച്ചീവ് ചെയ്താലും കിട്ടും. ഇനി 3-4 വർഷം കൊണ്ട് അച്ചീവ് ചെയ്താലും കിട്ടും. അത് എപ്പോൾ വേണമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ മതി അല്ലേ. ഇനി ഈ അവസരങ്ങളൊക്കെ എനിക്ക് കിട്ടി, പക്ഷെ എനിക്കിതിനെക്കുറിച്ച് പറയാൻ അറിയില്ല, എന്താണ് ചെയ്യുക? അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ട് ഇവിടെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ നമ്മുടെ ഡിജിറ്റൽ അക്കാഡമിയുടെ കീഴിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രെയിനിങ്ങൊക്കെ കൃത്യമായിട്ട് നമ്മൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നേടാൻ പറ്റും അല്ലേ. നമ്മളിപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളെ നിർബന്ധിച്ച് പറഞ്ഞുകൊണ്ട് എന്തിനാ, ഭാവിയിൽ അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടല്ലേ. അതുപോലെ നമ്മളവിടെ ചീത്ത പറയാനൊന്നുമില്ല, സ്വയം പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ്. കോർപ്പറേറ്റ് ഓഫീസ്, റീജിയണൽ ഓഫീസ്, ലോജിസ്റ്റിക്. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് ഉള്ളിലാണ് എന്നുള്ളതാണ്. ആര് ചോദിച്ചാലും നമ്മുടെ കമ്പനി വിദേശത്തെ എവിടെയോ കിടക്കുന്ന സ്ഥലത്തൊന്നും അല്ല. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാ തെളിവും നമ്മൾക്കുണ്ട്. അപ്പോൾ ഇത്രയും നേരം ഈ അവസരമൊക്കെ കേട്ടു അല്ലേ. ഇനി ഇത്രയും നേരം കേട്ടത് മനസ്സിലായില്ലെന്നൊന്നും ചോദിക്കില്ല, വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി അതിലും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള കാനു സാർ ഒരിക്കൽ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിലേക്ക് ചായയുടെ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് വരുന്ന ബിസിനസിന്റെ പേരാണ് ഫിജിക്കാർഡ്.com. അത്രയും സിമ്പിളാണ് ശരിക്കും ബിസിനസ് മനസ്സിലാക്കിയാൽ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയല്ലേ. ഇങ്ങനെ അവിടെ നിന്ന് പറയാനൊക്കെ പറ്റുന്നത് ഡിജിറ്റൽ അക്കാഡമിയുടെ ട്രെയിനിങ് കാരണമാണ്. നേരത്തെ ഫസ്റ്റ് ഒരു MC കയറിയിട്ട് 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. എന്താണ് മാഡം വേഗം ഇറങ്ങി? അറിയില്ല, ടെൻഷൻ കാരണമാണ് പറഞ്ഞു. പക്ഷെ ഇന്ന് എത്ര നേരമാണെങ്കിലും ഇങ്ങനെ ഇന്ന് സംസാരിക്കാൻ പറ്റുന്നത് ഫിജിക്കാർഡിന്റെ പവറാണ്. ഞാൻ എന്താ പറയാ, ഇപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, അത് കഴിഞ്ഞാൽ +2 ഡിഗ്രി, അത് കഴിഞ്ഞൊരു ഫാഷൻ ഡിസൈനിങ്, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് അത്രയും വർഷം ഞാൻ അവിടെ എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടും എനിക്കൊരു ഇങ്ങനെ മൈക്ക് പിടിച്ച് പറയാനൊന്നും അവസരമില്ല. സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാത്തിനും ജോയിൻ ചെയ്യും, എല്ലാത്തിനും ഉണ്ടാവും. അതുപോലെ ഒരു സ്കൗട്ട് ആൻഡ് ഗൈഡ്, രാഷ്ട്രപതി ഗൈഡ്, ഇങ്ങനെ എല്ലാ മേഖലയിലും കൈവച്ചിട്ടും ഇങ്ങനൊരു അവസരം കുറേ ആളുകളുടെ സ്നേഹമൊക്കെ കിട്ടണമെങ്കിൽ അത് ഫിജിക്കാർഡിൽ തന്നെ വരണം. കുറേ ആളുകൾ നമ്മൾക്ക് കൊടുത്ത് എന്താ പറയുക, പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്താം അല്ലേ. ഇപ്പൊ ഞാൻ ഷോപ്പ് നടത്തുമ്പോൾ എൻ്റെ കസ്റ്റമർന്ന് എനിക്ക് വേണ്ടിയിട്ടൊന്നും പ്രാർത്ഥിക്കില്ലല്ലോ, ആരെങ്കിലും പ്രാർത്ഥിക്കുമോ? പക്ഷെ ഇന്നിവിടെ നമ്മുടെ പാർട്ട്നേഴ്സ് എല്ലാവരും അവരുടെ പ്രാർത്ഥന. കാരണം എന്താ പറയുക, ഇത് റിലേഷൻഷിപ്പ് ബിസിനസ്സാണ്. ലീഡർക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ എന്ന് അവരും, പാർട്ട്നർക്കൊന്നും പറ്റാണ്ടിരിക്കട്ടെ നമ്മളും പ്രാർത്ഥിക്കില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാവരും പ്രാർത്ഥനകളിൽ ഉണ്ടാവും എന്നുള്ളതും വലിയൊരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ് ഒന്നിച്ച് നിന്നാൽ വിജയിക്കാൻ പറ്റില്ലേ അല്ലേ? ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാം. ഇത് അവരും പറഞ്ഞാൽ കേൾക്കില്ല, ഇവരും പറഞ്ഞാൽ കേൾക്കില്ല പറഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല. പക്ഷെ സീരിയസ് ആയിട്ട് ഈ ഫിജിക്കാർഡ് ചെയ്തതുകൊണ്ട് ഞാനൊരു 1.5 വർഷമായപ്പോൾ എൻ്റെ ഷോപ്പ് നിർത്തി. വീട്ടിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ കാരണം ആളിന്ന് കമ്പനിയിലെ സെയിൽസ് മാനേജറും കൂടിയാണ്. അന്ന് പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞത്. പക്ഷെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന്, കാരണം ഞാൻ ആ 10,000 എങ്ങനെയെങ്കിലും വാങ്ങിക്കണം എന്നൊരു ലക്ഷ്യത്തിന് മാത്രം കയറിയതായിരുന്നു. അപ്പോൾ 1.5 വർഷം കഴിയുമ്പോൾ തോന്നുന്നു ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, അവിടെ നിന്നൊരു ചുരിദാർ തയ്ച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ വരുമാനമുള്ളൂ, പക്ഷെ കുറേ നേരം തയ്ക്കും വേണം.
പക്ഷെ ഇവിടെ 2000 വരണമെങ്കിൽ എൻ്റെ ടീമിൽ ആരെങ്കിലും ഒരു സെയിൽ വെച്ചാലും വരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ ഓണർക്ക് പൈസയും കൊടുത്ത് ഞാൻ തന്നെ എഫേർട്ട് എടുത്ത് രാവിലെ എല്ലാ പണിയും ഒരുക്കി വെച്ചിട്ട് ഇങ്ങനെ ഓടി മറിഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത്. അപ്പോൾ രാത്രിയും ഈ ഉറക്കമില്ലാതെ തയ്ക്കൽ ഇങ്ങനെയൊക്കെ പരിപാടികളുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ബ്യൂട്ടീഷ്യൻ കോഴ്സും പഠിച്ച് അവിടെ വീണ്ടും ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തു. ഇതിനൊക്കെ ഞാൻ തന്നെ റിസ്ക് എടുത്തപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണല്ലോ. അത് മാത്രമല്ല ഞാൻ അവിടെ നിന്ന് തയ്ച്ചു കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ പൈസ വരുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മാത്രം പൈസ വരും. പിജി കാർഡിലാകുമ്പോൾ കുറേ ആളുകളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. പക്ഷെ പെട്ടെന്ന് വീട്ടിൽ അവതരിപ്പിച്ചിട്ട് എന്താ പറയുക, ലക്ഷങ്ങൾ ഇറക്കിയിട്ടാണ് അവിടെ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അല്ലേ. നല്ല ചീത്ത കേൾക്കില്ലേ, ഒരു ലോണും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ലോണൊന്നുമില്ല. ഞാൻ ഇത്രേ ചിന്തിച്ചുള്ളൂ, എൻ്റെ ഒരു പവർ മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പവർ മെഷീനിൽ ഇരുന്ന് ഞാൻ തയ്ക്കാതെ എനിക്ക് 1 രൂപ പോലും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. പക്ഷെ ഇവിടെ നമുക്കറിയുന്ന കാര്യം പഠിപ്പിച്ച് കുറേ ആളുകൾക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്താലും നാളെ ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു മേഖലയാണ് ഫിജി കാർഡ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ചീത്തയൊക്കെ പിന്നെയും എന്നും കേൾക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് പതുക്കെ നൈസായിട്ട് ആ ഷോപ്പൊക്കെ നിർത്തി ഇന്ന് ഫുൾ ടൈം ആയിട്ടാണ് ഫിജി കാർഡ് ചെയ്തത്. ഇന്ന് അതുകൊണ്ട് കണ്ടില്ല സേഫ്റ്റി മേഖലയിലുള്ള റാങ്കിലാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ ചെറിയ ആഗ്രഹങ്ങളെല്ലാം ഫിജി കാർഡിലൂടെ എനിക്ക് സാധിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്കൊരു 2 വീലർ ഞാൻ വാങ്ങിച്ചു ഫിജി കാർഡിൽ വന്നിട്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ വർഷമായിരുന്നു വീടിരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെതായ എല്ലാ സ്വപ്നങ്ങളും ഞാൻ ആഗ്രഹിച്ചിരുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ അവിടേക്ക് വാങ്ങിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലേ. മറ്റേത് നമ്മൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലവും വരുന്നുണ്ട്. കാരണം വാടക, പെട്രോൾ ചാർജ് ഇങ്ങനെയൊക്കെ വരും. അപ്പോൾ ഞാൻ ബുദ്ധിപരമായിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു. അതാകുമ്പോൾ പെട്രോൾ അടിക്കണ്ടല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിൽ ഇവിടെ നിന്ന് ഇത്രയും ധൈര്യമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഫിജി കാർഡ് എന്ന അവസരം തന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് കേൾക്കുമ്പോൾ ഇതൊന്നും നാട്ടിൽ കേട്ടിട്ട പരിപാടി അല്ലല്ലോ എന്ന്. പക്ഷേ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടെങ്കിലും നിങ്ങളെ കൊടുന്ന വ്യക്തി നാളുകളിൽ വലിയ ഉയരങ്ങളിൽ എത്തുമ്പോൾ അന്ന് ചിന്തിക്കരുത് അയ്യോ ഞാൻ അന്ന് ചെയ്താൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ ഇപ്പം തീരുമാനം എടുക്കുക. താങ്ക് യു ഓൾ. നിങ്ങളുടെ അവസരം നമ്മൾ സമ്മതിക്കും.